ഓർമ്മകൾക്ക് മുന്നിൽ പിതൃതർപ്പണ പുണ്യവുമായി നാളെ കർക്കിടക വാവ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി നാളെ 5:30 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃക്കൾക്കായി വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം. ഓരോ വർഷവും മരിച്ച തിഥി, നക്ഷത്രം എന്നിവയിലാണ് ശ്രാദ്ധം കൂട്ടുന്നത്. ഇതിന് സാധിക്കാതെ വരുന്നവർക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന കർക്കിടവാവ് നാളിൽ സകല പിതൃക്കളുടെയും ആത്മശാന്തിക്കായി തർപ്പണം നടത്താം. പിതൃക്കൾ ഒരു കൂട്ടം ദേവകളെന്നാണ് മനുസ്മൃതിയിലുള്ളത്. സപ്തർഷികളാണ് പിതൃക്കളെ സൃഷ്ടിച്ചത്. പിതൃക്കൾക്ക് വേണ്ടി ഉരുട്ടിവെക്കുന്ന ചോറാണ് പിതൃപിണ്ഡം. വർഷം തോറും നടക്കുന്ന വാവുബലി പൂർവികരെ പ്രീതിപ്പെടുത്താനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഹിന്ദു ആചാരമാണ്. മലയാള മാസമായ കർക്കിടകത്തിൽ നടക്കുന്ന ഈ ആചാരത്തിൽ വീടുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഈ ആചാരം പൊതുപരിപാടിയായിട്ട് ആചരിക്കപ്പെടുന്നു. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടവാവ്. ഈ സമയം സൂര്യൻ പിതൃലോകത്തിലേക്ക് കടക്കുമെന്നും പിതൃയാനത്തിനുള്ള പ്രവേശന കവാടമാണ് കർക്കിടവാവെന്നും വിശ്വാസമുണ്ട്. അതിനാലാണ് സാധാരണ ശ്രാദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തീർത്ഥഘട്ടങ്ങളിൽ കർക്കിടവാവിനെ എല്ലാവരും ബലിയർപ്പിക്കുന്നത്. അത് പ്രാപിത പിതാമഹ പരമ്പരയിലുള്ള സമർപ്പണമാണ്. അറിയുന്നതും അറിയാത്തതുമായ പിതൃക്കളും സർവ്വചരാചരങ്ങളും ഇതിൽ ഉൾപ്പെടും. അനന്തര തലമുറയിലുള്ള ക്ഷേമൈശ്വര്യങ്ങൾക്കായുള്ള പ്രാർത്ഥനയും ഇതിൽ അന്തർലീനമാകുന്നു. വേവിച്ച അരി, വെള്ളം, എള്ള്, ചോറുള്ള പോലെയുള്ള ഔഷധ സസ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ആചാരം ആരംഭിക്കുന്നതിന് മുമ്പ് വാഴയിൽ വയ്ക്കുന്നു. ആധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ ദശരഥന്റെ മരണത്തെ തുടർന്ന് രാമലക്ഷ്മണാദികൾ ഗംഗയിൽ ഉദയക്രിയ ചെയ്യുന്നതിന്റെ രംഗമുണ്ട്. നാം ഏത് അന്നം ഭുജിക്കുന്നുവോ അത് പിതൃക്കളും ഭുജിക്കുന്നുവെന്ന് സ്മൃതികളെ ഉദ്ധരിച്ച് എഴുത്തച്ഛൻ പറയുന്നു. ഈശ്വരൻ, ധർമ്മദൈവം എന്നിവയ്ക്ക് തുല്യം മൺമറഞ്ഞ പിതൃക്കളെ ഗുരുസ്ഥാനം നൽകി ആദരിക്കുന്ന പാരമ്പര്യമുണ്ട്. ദേവന്മാർക്ക് മുന്നേ പിതൃക്കളെ പ്രസാദിപ്പിക്കണമെന്നാണ് വിശ്വാസം. പുരാണകാലം മുതൽ അനുഷ്ഠിക്കുന്ന ഈ കർമ്മത്തിന് തലമുറകളുടെ പുണ്യമുണ്ടെന്ന് കരുതുന്നു. പിതൃതർപ്പണത്തിന് ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.